Hi, hello viewers, welcome back to my channel. I look at you and it's easy to see you are that someone I've been trying to meet. I got your number, won't you pick up the phone? Don't leave me hanging on the dial tone. Think back to the night. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു കൂട്ടുകറിയാണ്. ഇവിടെ കർണാടകയിൽ ഗൊജ്ജ് എന്ന് പറയും. ഗൊജ്ജ്, കൊച്ചല്ല, ഗൊജ്ജ്. അപ്പം വെജിറ്റബിൾ ഗൊജ്ജ്. അപ്പോൾ നമ്മൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. സോ നമുക്ക് വൈകാതെ വീഡിയോയിലേക്ക് പോകാം. കമോൺ. അപ്പോൾ അമ്മ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നതായിരിക്കും എന്തൊക്കെ പച്ചക്കറിയാണ് ഇടുന്നതെന്ന്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം അമ്മ. ശരി. ഒരു സവാളയും 5-6 ചെറിയ ഉള്ളി, ഒരു ഉരുളൻകിഴങ്ങ്, ഒരു ക്യാരറ്റ്, ഒരു ബീട്രൂട്ട്, ഒരു 4-5 നീളം പയറ്, പിന്നെ 2 വെണ്ടയ്ക്ക, പകുതി ക്യാപ്സിക്കം, തൊണ്ടേക്കായ്, ഇത് നമ്മുടെ കോവയ്ക്ക ഒരു 5 എണ്ണം, പിന്നെ തക്കാളിക്ക് വരെ ഞാൻ പരീക്ഷിച്ച് നോക്കുക. മാങ്ങ ഒരു പൂള് മാങ്ങ ഇട്ട് നോക്കാൻ പോവാ. അറിയില്ല, നോക്കട്ടെ. സ്റ്റൗ കത്തിച്ചു, പാത്രം വെച്ചു, വെളിച്ചെണ്ണ നമുക്ക് കടുകിടാം. കടുവ പൊട്ടിത്തുടങ്ങി. 1/4 ടീസ്പൂൺ ജീരകം, നല്ല ജീരകം. ഒരു ഉരുളൻകിഴങ്ങ് ഇടാം, അതൊന്ന് ഫ്രൈ ആവും. കുറച്ച് ഉപ്പിടാം, മഞ്ഞൾപ്പൊടി ഇടാം. അടുത്തതായി ഉള്ളി ഇടാം. അടുത്തായി കരിയാപ്പല ഇട്ട് കൊടുക്കും. ക്യാരറ്റ് ഇട്ടു. ബീട്രൂട്ട് ഇട്ട് കൊടുക്കും. ബീട്രൂട്ട് ഒരു കാശിയും കിട്ടും. ക്യാരറ്റ് കാശിയും കിട്ടും. ബീട്രൂട്ട്. കോവയ്ക്ക ഇട്ട് കൊടുത്തു. ഗൈസ് കേട്ടോ, കോവയ്ക്ക ഇങ്ങനെ വഴറ്റുന്ന സമയത്ത് ഇച്ചിരി ഉപ്പിട്ട് കൊടുത്താൽ എണ്ണ തെറിക്കില്ല എന്നാണ് പറയുന്നത്. ഇപ്പം എണ്ണ തെറിക്കുന്നില്ല. ചാടി നമുക്ക് പയറിട്ട് പയറും വെണ്ടയ്ക്കയും ക്യാപ്സിക്കം വഴന്നു. വെണ്ടയ്ക്ക വാടി. നമുക്ക് ഇനിയും പൊടി വർഗ്ഗങ്ങളിടാം. കാണിക്കും. 1 സ്പൂണ് മുളകുപൊടി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഉലുവാപ്പൊടി, 1/4 ടീസ്പൂൺ ജീരകം, സ്പൂൺ ഗരം മസാല. വഴരട്ടെ കറിയാപ്പല എല്ലാം കൂടെ മിക്സ് ചെയ്യാം. നമുക്ക് ഒരു പൂള് മാങ്ങയും ഇട്ട് നോക്കാം എങ്ങനെയുണ്ട് ടേസ്റ്റ്. ആദ്യമായിട്ടുള്ള അനുഭവമാണ്. തക്കാളിയായി എപ്പോഴും ഇടുന്നത്.
അപ്പം മാങ്ങയുടെ സീസണായിട്ട് നമുക്ക് പുളി വേണമല്ല, അതുകൊണ്ടൊന്ന് പരീക്ഷിച്ച് നോക്കുക. പുളി ഇട്ടാൽ എങ്ങനെ ഇരിക്കും, മാങ്ങ ഇട്ടാൽ എങ്ങനെ ഇരിക്കും, തക്കാളി ഇട്ടാൽ എങ്ങനെ ഇരിക്കും ടേസ്റ്റ് എന്ന് നമുക്കൊന്ന് നോക്കാം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു കപ്പ് വെള്ളം ഒഴിക്കാം. ഉപ്പ് വേണം. നിങ്ങൾ വിചാരിക്കത്തില്ലേ ഇതെന്താ ഈ കുട്ടിയുടെ തലയിൽ വെളുത്തിരിക്കുന്നത്? വേറെ ഒന്നുമല്ല, തല കുളിച്ചിട്ട് വെള്ളം തലയിൽ ഇറങ്ങാതിരിക്കാൻ, വെള്ളം താഴാതിരിക്കാൻ ഭസ്മം നെറുകെ തൊട്ടതാണ്. ചിലവർ പൗഡർ ഇടും, ചിലവർ ഭസ്മം തൊടും, ചിലവർ രാസ്മാതിപ്പൊടി തൊടും. അപ്പം ഞാൻ ഭസ്മം തൊട്ട്, അതാണ് ആ വെളുത്തിരിക്കുന്നത്. ഓക്കെ ഗൈസ്, നമുക്ക് തുറന്ന് നോക്കാം. നമ്മുടെ ഗുജ്ജ് തിളച്ചിരിക്കുന്നു. എത്ര മിനിറ്റ്? ഒരു 5 മിനിറ്റ് നമ്മൾ വേവാൻ, 5 അല്ല, ഒരു 10 മിനിറ്റ് വേവാൻ വെച്ചിരുന്നു. നമ്മൾ ഗുജ്ജ് കൊണ്ട് ചോറിൻ്റെ കൂടെ, ചപ്പാത്തിയുടെ കൂടെ, ദോശയുടെ കൂടെ എല്ലാം കൂട്ടി കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. വെജിറ്റബിൾസ് എല്ലാം ചേർത്തിട്ടുണ്ട്. ഓക്കെ ഗൈസ്, നിങ്ങൾക്കപ്പം ഞങ്ങൾ ഉണ്ടാക്കിയ ഇന്നത്തെ വെജിറ്റബിൾ ഗുജ്ജ് ഇഷ്ടമായി എന്ന് കരുതുന്നു. അമ്മ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. എങ്ങനെയുണ്ട് അമ്മ? കൊള്ളാവോ? അടിപൊളി. കറക്റ്റ് ഉപ്പാണോ? എല്ലാം പാകത്തിനുണ്ട്. മല്ലിയില ഉണ്ട്, കുറച്ച് മല്ലിയില കൂടെ ഇടാം, പക്ഷേ ഇവിടെ മല്ലിയില തീർന്നു. ഓക്കെ ഗൈസ്, അപ്പോൾ ഗൈസ് നമ്മുടെ കറി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ ആ കറി ചോറും കൂട്ടി കുഴച്ച് കഴിക്കുന്നത് ആണ് നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ വരും. ഓക്കെ ഗൈസ്, അമ്മ ചോറ് വിളമ്പി. ബീട്രൂട്ട്, ക്യാരറ്റ്, ഉള്ളി, പച്ചമുളക്, തൈര് എല്ലാം കൂടെ അടിച്ച ഒരു സാലഡാണ്. ഓക്കെ, നമ്മുടെ ഗുജ്ജ്. അപ്പോൾ ഇന്നത്തെ താരമായ നമ്മുടെ വെജിറ്റബിൾ ഗുജ്ജാണ് വിളമ്പാൻ പോകുന്നത്. കൂട്ടുകറി. ഇത് ഇന്നലെ രാത്രി ഉണ്ടാക്കിയ ചീരക്കറിയാണ്. പരിപ്പും ചീരി. അടുത്തതായി അമ്മ ഉണ്ടാക്കിയ മാങ്ങ അച്ചാർ. നാടൻ മാങ്ങ അച്ചാർ. പിന്നെ ഒരു പപ്പടം കൂടി വെക്കാം. ഒരു കൊമളിച്ച പപ്പടം. ഓക്കെ, നമ്മുടെ മീൽ സെറ്റ് ആയിരിക്കുന്നു. നമുക്കിനി കഴിച്ച് നോക്കാം. പപ്പടം, അച്ചാർ, സാലഡ്, ഗുജ്ജ്, ചീരക്കറി. ഓക്കെ, ഹായ് ഗൈസ്, താഴെ ഇരുന്നാണ് ഞാൻ ഭക്ഷണം കഴിക്കാറുള്ളത്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന് റെസ്പെക്റ്റ് കൊടുക്കണം എന്നാണ് പറയാറ്. സോ ഭൂമി ദേവിയെ അടുത്ത് ഇരുന്ന് കഴിക്കാൻ പോവാണ്. സോ കഴിച്ചിട്ട് നമുക്ക് അഭിപ്രായം പറയാം. കഴിക്കാം.
കറി ഉണ്ടാക്കുമ്പോൾ ഇടയ്ക്ക് എപ്പോഴും ഉപ്പ് ഞാൻ തന്നെ എടുത്ത് സെപ്പറേറ്റ് ആയിട്ട് ചേർത്തായിരുന്നു. അതിൻ്റെ ആവശ്യമൊന്നുമില്ല, കറക്റ്റ് ഉപ്പാണ്. പിന്നെ നെക്സ്റ്റ് സാലഡ്, ബീട്രൂട്ടിൻ്റെ സാലഡ്. നല്ല സാലഡ്. അച്ചാറ്, മാങ്ങയുടെ അച്ചാറ്. ഇനി അടുത്തത് പരിപ്പും ചീരയും കൂടെ ചേർത്ത കറി. കൂട്ടി കുഴച്ച് പപ്പടം കൂടി. ഇനി എൻ്റേതായിട്ടുള്ളൊരു സ്റ്റൈലുണ്ട്. ആദ്യം കുറച്ച് കൊച്ചെടുക്കുക, പിന്നെ കുറച്ച് സാലഡ് എടുക്കുക, പിന്നെ ചീരക്കറിയുടെ കുറച്ച് ചോറ്, പിന്നെ അച്ചാറ്, എല്ലാം കൂട്ടി കുഴച്ച് തിന്നതിൻ്റെ ഒരു ടേസ്റ്റേ വേറെയാണ്. നാവി വെക്കണ്ട താമസം. അടിപൊളി മീൽസ് ആണ് ഗൈസ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് ഞാൻ കഴിക്കുന്ന പോലെ നിങ്ങൾ കഴിച്ചു നോക്കാം. അതും മെയിൻ എല്ലാ കറിയും കൂടെ കൂട്ടി കുഴച്ചിട്ട് ഒന്നിച്ചെടുത്ത് കഴിക്കുമ്പോഴത്തേക്ക് എല്ലാ കറിയുടെ ടേസ്റ്റും ഫ്ലേവറും മിക്സ് ആയിട്ട് അടിപൊളി ടേസ്റ്റ് കിട്ടും. ആ ടേസ്റ്റ് തന്നെ വേറെ ആയിരിക്കും. നിങ്ങൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചാനൽ ആൻഡ് പ്ലീസ് പ്രസ് ദ ബെൽ ഐക്കൺ. സോ അടുത്ത വീഡിയോ കാണുന്നതും വരയ്ക്കും ടാറ്റാ ബൈ. ഓക്കെ ഗൈസ്, ഞാൻ സാധാരണ താഴെ ഇരുന്നാണ് കഴിക്കാറുള്ളത്. നമ്മുടെ ഭക്ഷണത്തിന് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം